ഹായ് ഫ്രണ്ട്സ്, കുറച്ച് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അച്ചാറിടാൻ വേണ്ടിയിട്ട്. ഏട്ടൻ മാങ്ങയൊക്കെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഉറക്കം വന്നിരുന്ന സമയമായിരുന്നു. മാങ്ങ കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല, വന്നിരുന്നു മാങ്ങ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഉറക്കപ്പിച്ചിൽ വന്നിരിക്കുന്നത് പോലെയുണ്ട്. എന്തായാലും മാങ്ങ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് കയറി കേട്ടോ. അപ്പോൾ മോൾ അടുത്തിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് അടുക്കളയിൽ വന്നിരുന്ന് കളിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് അവൾക്കുള്ള പരിപാടി. അടുക്കളയിലിരിക്കുന്ന പാത്രങ്ങളും കുപ്പികളും എല്ലാം സ്റ്റൂളൊക്കെ കൊണ്ടുവച്ചിട്ടിരുന്ന് കളിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞു വീടാണ് കേട്ടോ, ഒരു കൊച്ചു വീടാണ്, വാടക വീടാണ്. അവിടെയാണ് ഞങ്ങളുടെ സന്തോഷമായിട്ടുള്ള ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാത്രിത്തെ അത്താഴത്തിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക മെഴുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മീൻ കുറച്ച് എടുത്തു. രാവിലെ വാങ്ങിച്ച മീനുണ്ടായിരുന്നു. അങ്ങനെ മീനെടുത്ത് കുറച്ച് വറുത്തു. പിന്നെ അതിനുശേഷം കുറച്ച് ചമ്മന്തി അരച്ചു. അങ്ങനെ രാത്രിത്തെ ആഹാരത്തിന് വേണ്ടി ചില സമയത്തൊക്കെ ഞങ്ങൾ രാവിലെ തൊട്ട് ഉച്ച വരെ അങ്ങനെയുള്ള ഭക്ഷണം മാത്രം വയ്ക്കും. രാത്രിത്തേക്ക് ഞങ്ങൾ വേറെ എന്തെങ്കിലും വയ്ക്കും. ചിലപ്പോൾ കാപ്പിയായിട്ട് എന്തെങ്കിലും വയ്ക്കും. അതല്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ചിലപ്പോൾ വാങ്ങിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രിത്തേക്ക് ഉച്ചക്കലത്തേക്കോട്ട് ഒരുമിച്ച് തന്നെ അങ്ങ് ആഹാരം വയ്ക്കും കേട്ടോ. അപ്പോൾ അതാണ് എളുപ്പം. അപ്പോൾ ചമ്മന്തി അരച്ചു, പിന്നെ അതുപോലെ വെണ്ടയ്ക്ക മെഴുക്ക് വെച്ച് കുറച്ച് മീനെടുത്ത് വറുത്തു. അങ്ങനെ രാത്രിത്തെ ആഹാരം ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാങ്ങ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏട്ടൻ തന്നെ മൊത്തം ഏകദേശം ഒരു 5 കിലോ മാങ്ങ അത്രത്തോളമൊക്കെ ഞങ്ങൾ എടുക്കാറുള്ളൂ. കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ആഹാരമൊക്കെ പാചകം ചെയ്തതിന് ശേഷം, ആഹാരം കഴിച്ചതിന് ശേഷമാണ് കേട്ടോ മാങ്ങയൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതൊക്കെ. രാവിലത്തേക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏട്ടൻ ആഹാരം കഴിച്ചിട്ട് പതിവില്ലാതെ ചമ്മന്തിയൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് സൂപ്പർ എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒത്തിരി ആയിരുന്നു. ബാക്കി വന്ന മാങ്ങ എല്ലാം കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലിട്ട് അടച്ച് വെക്കും. അപ്പോൾ അതിൻ്റെ നീരെല്ലാം ഇറങ്ങും. പിറ്റേന്ന് രാവിലെ നമുക്കെടുത്ത് അച്ചാറിടാൻ അതിൽ നിന്ന് വരുന്ന വെള്ളം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അച്ചാറിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ കൂട്ടുകാരെ.